നമസ്കാരം, ഞാൻ മൃണാൾ. അങ്ങനെയാണ് മൃണാൾ ദാസിന്റെ ഫുഡ് വ്ളോഗിംഗ് വീഡിയോസ് ഒക്കെ തുടങ്ങാറുള്ളത് അല്ലേ? യെസ്, ആ മൃണാൾ തന്നെയാണ് ഇന്നിപ്പം നമുക്കൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് ഒപ്പമുള്ളത്. മൃണാൾ മാത്രമല്ല, മൃണാളിന്റെ കുടുംബത്തെയും നമുക്ക് വീഡിയോസിലൂടെ തന്നെ പരിചയമുണ്ട്. നന്നായിട്ട് കുക്ക് ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മ ചന്ദ്രികയും ഭാര്യ അഞ്ജനയും. നമ്മൾ ക്ലബ് എഫ്എമ്മിൽ ഓണാഘോഷമാണല്ലോ നമ്മുടെ ഫാമിലി ഓണം. എന്താണ് മൃണാളിന്റെ ഓണം ഓർമ്മകൾ പറയുകയാണെങ്കിൽ തുടങ്ങുക എവിടെ നിന്നായിരിക്കും? നമ്മുടെയൊക്കെ കാലം വന്നപ്പോഴേക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോ വേണമെങ്കിലും കിട്ടും എന്നുള്ളൊരു അവസ്ഥയൊക്കെ വീടുകളിലൊക്കെ വന്നു. പക്ഷെ ഓണത്തിന്റെ മെമ്മറീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ സ്കൂളിൽ പോണ്ട, സ്കൂൾ ഒരു വലിയ ശല്യമാണല്ലോ. അപ്പൊ അത് പോണ്ട, സ്കൂളിൽ പോണ്ടെന്നുള്ളത് വലിയ വേറാണ്. ഈ ഓണത്തിന്റെ അഡ്വാൻറ്റേജ് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പാടം പോലെയാണ്. കുറെ ഏരിയ, ഒരു വലിയൊരു ഭാരതപ്പുഴയുടെ അത്രയും. അപ്പൊ മിക്കവാറും ആ സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ അവിടെ നീന്താൻ പോവാം. പിന്നെ മാവുകളിൽ മാങ്ങ ഉണ്ടാവും, അപ്പൊ അത് കല്ലെറിയാം. അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഓണം. അതെ, ഒരുപാട് ആളും ഉണ്ടാവും. ആളുണ്ടാവും. ഇനി എനിക്ക് കഷ്ടപ്പെട്ട് പൂ പറിക്കുക, പൂവിടുക, അതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ വീട്ടിലും നല്ല ഭക്ഷണം ഫുൾ ടൈം ഉണ്ടാവും. അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ദൂരെ നിന്നുള്ള കസിൻസും എല്ലാവരും വരും, അത് ഭയങ്കര രസമാണ്. മൃണാളിന്റെ ഈ ഒരു ഓർമ്മകളെക്കാട്ടിലും കൂടുതലായിട്ട് ഓർമ്മകൾ പറയാനുണ്ടാവുക ഒരു പക്ഷേ മൃണാളിന്റെ അമ്മ ചന്ദ്രികയ്ക്കായിരിക്കും. എന്തൊക്കെയായിരുന്നു ആ ഒരു ഓർമ്മകള്? ഓണം എന്ന് പറയുന്നത് നമ്മള് എല്ലാവരും ഒത്തുചേരുക, പിന്നെ പൂവിടുക, ഓണക്കോടി സാധാരണ പോലെ തന്നെ ഓണക്കോടി ഇടുക, നല്ല ഭക്ഷണം ഒരുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇന്നത്തെ പോലെ ടിവിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അന്ന്. ഈ ഉള്ള ക്ലബ്ബുകൾ, അത് ചിലപ്പോൾ സ്പോർട്സ് ക്ലബ്ബായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വായനശാലയായിരിക്കും. ഏതിന്റെങ്കിലും ആഭിമുഖ്യത്തിൽ ഓണപരിപാടികൾ ഉണ്ടാവും. പിന്നെ ലെമൺ സ്പൂണ്, അതുപോലെ കസേരക്കളി. ഏറ്റവും അവസാനത്തത് കമ്പവലിയാണ് മുതിർന്നവരുടെ. ഇത് ഉച്ചക്ക് ശേഷമാണ് കേട്ടോ. കാരണം രാവിലെ പൂക്കള മത്സരമായിരിക്കും, ഓരോ വീട്ടിൽ ഒരുക്കുന്ന പൂക്കളം. അപ്പൊ അതിൽ പങ്കെടുത്തുകൊണ്ടും അത് കണ്ടുകൊണ്ടും എന്താ പറയുക, ആഘോഷിക്കുക, സന്തോഷിക്കുക. ഇതാണ് ഞങ്ങളുടെ ചെറിയ പ്രായത്തിലെ ഓണം എന്ന് പറയുന്നത്. ഇപ്പൊ പിന്നെ മാറി സംഗതി മാറി. ഇപ്പൊ കോവിഡ് കാലമായതിനു ശേഷം പിന്നെ ഒന്നും ഇല്ലാതായി. അതാണ് അവസ്ഥ. മൃണാളിന്റെ ആ ഒരു കാലമൊക്കെ വരുമ്പോഴേക്കും എങ്ങനെയായിരുന്നു ഓണം? മൃണാളിന്റെ അച്ഛന്റെ വീട്ടിലാണ് നമ്മള് ഓണം ആഘോഷിക്കുക. 7 പേരുണ്ട്, അച്ഛന്റെ സഹോദരങ്ങളായിട്ട് 7 പേരുണ്ട്. അപ്പൊ അവരുടെ എല്ലാം കുട്ടികള്. അപ്പൊ എല്ലാവരും ഒത്തുചേരും. ഇവരുടെ വികൃതി പറയാനില്ല. എന്തൊക്കെ ചെയ്യാൻ പറ്റിയ കൂട്ടർ ഇവനാണ് ലീഡർ. അപ്പൊ ഇവരുടെ നേതൃത്വത്തില് എല്ലാ തരം വികൃതികളും നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. ഭക്ഷണമായാലും എന്തായാലും പിന്നെ കൊടുക്കാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. നമ്മൾ നോക്കുമ്പോഴേക്ക് സംഗതി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള വികൃതികള്. പിന്നെ നമുക്ക് ഓണത്തിന് സദ്യ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറെ നാളുകൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമായിരിക്കും ഒരു പക്ഷേ, അല്ലേ? കുറെ നാളുകൾക്ക് മുമ്പേ തന്നെ ഒരുക്കങ്ങൾ. അന്ന് ഈ പൊടികളൊന്നും നമുക്ക് വാങ്ങാനില്ലല്ലോ. ഞങ്ങളെ വീട്ടിൽ മുമ്പേ ഈ വിശേഷ ദിവസങ്ങളിൽ നോൺ വെജ് ഉണ്ടാക്കും. അപ്പൊ ഈ നോൺ വെജ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ മല്ലി കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ, കാരണം ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. എല്ലാം പ്രഥമനും എല്ലാം ഉണ്ടാക്കണമെങ്കിൽ എല്ലാം. പിന്നെ അന്ന് ആദ്യകാലത്ത് ഗ്യാസും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും മോനെല്ലാം ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ വീടുകളിൽ ഗ്യാസ് വന്നത്. പിന്നെ വീട് ക്ലീനിങ് ഇന്നത്തെ പോലെ എളുപ്പമൊന്നുമല്ലല്ലോ. അന്നത്തെ വീട് ക്ലീനിങ് കാര്യങ്ങള് എന്താ പറയണ്ടേ, അധ്വാനമാണ്. എന്നാൽ എല്ലാരും കൂടിയിട്ടുള്ള അതിന്റെ ഒരു സന്തോഷവും തന്നെയാണ് കുട്ടികളും. ഇപ്പോഴും നമുക്ക് ഓണത്തിനകത്ത് ഇത് ഉറപ്പായിട്ടും വേണം എന്ന് പറയുന്ന ഒരു ഐറ്റം ഏതാണ്? ബാക്കിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ എന്തായാലും ഇത് വേണം, എന്നാലും ഒരു ഓണസദ്യ ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റം ഏതാണ്? ഞങ്ങളെ സംബന്ധിച്ചത് പരിപ്പുറത്ത് എല്ലാവർക്കും അത് എത്രയായാലും സംബന്ധിച്ച് മിക്കവാറും മീൻ പൊരിച്ചായിരിക്കും. അതെ, കുട്ടനെ എന്തായാലും പിന്നെ നോൺ വെജ് വേണം. മുമ്പ് വറുത്തതാണ്, ഇപ്പം വറുത്തതിനേക്കാളും മീൻ കറിയോടാണ് താല്പര്യം. എനിക്ക് പൊതുവെ വീഡിയോസിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തതകളൊക്കെ, അതായത് നമ്മൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്ത ചില കോമ്പിനേഷൻസ് ഒക്കെ പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ എന്നാലും ഈ ഓണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ട്രഡീഷണൽ ആ ഒരു ടൈപ്പ് തന്നെയാണോ, അതോ ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്നുള്ള രീതി ഉണ്ടോ? രണ്ടും ചെയ്യും. ട്രഡീഷണൽ ആയ കാര്യങ്ങളും ഉണ്ടാവും, ഈ പറഞ്ഞ പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളും ചെയ്യും. അപ്പം ഈ ഓർമ്മകളൊക്കെ ഒരുപക്ഷെ അഞ്ജനയ്ക്കും മൃണാലിനും പുതിയതാണോ? കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ പറയല് ഉള്ളതാണ്. എല്ലാവരും കൂടി ഇരിക്കുമ്പം ഇതുപോലെയുള്ള ഓർമ്മകളൊക്കെ തന്നെയാണ് അല്ലെ എല്ലാ വീടുകളിലും. ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെതും കൂടി ആകുന്നത് ഇങ്ങനെയുള്ള ചില കൂടിയിരിപ്പുകളും സംസാരങ്ങളും ഒക്കെ ഉള്ളതും കൊണ്ട് തന്നെയാണല്ലോ. അപ്പം ഫുഡ് ബ്ലോഗർ മൃണാളും അമ്മ ചന്ദ്രികയുമാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഒപ്പമുണ്ട് തൃശ്ശൂരിൽ നിന്ന് മൃണാളിന്റെ ജീവിതത്തിലേക്ക് കൂടിയ ഭാര്യ
ഭാര്യ അഞ്ജനയും. അവിടുത്തെ ഉള്ള ഒരു ഓണം സ്പെഷ്യൽ തന്നെയായിരിക്കും അല്ലേ? മൃണാളും കുടുംബവും ഇന്നിപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ക്ലബ് എഫ്എമ്മിലുണ്ട്. ഒപ്പം ഞാൻ ജോഷ്നിയാണേ. ക്ലബ് എഫ്എമ്മിൽ ഇന്നലെ മുതൽ ഓണാഘോഷമാണ് അല്ലേ? രാവിലെ 7 മണി മുതൽ രാത്രി 1 മണി വരെ ലൈവ് ഷോസ് ഉണ്ടാകും. സ്പെഷ്യൽ അതിഥികൾ ഉണ്ടാകും ഓണവിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം നമുക്കൊപ്പം ചേർന്നത് ഫുഡ് വ്ലോഗർ മൃണാൾ ദാസും കുടുംബവുമാണ് ഫാമിലി ഓണത്തില്. ഫാമിലി ഓണം കുടുംബവും ഒത്താണല്ലോ നമ്മുടെ ഓണാഘോഷം. ക്ലബ് എഫ്എമ്മിലും അങ്ങനെ തന്നെയാണ്. ഒരു സെലിബ്രിറ്റിയും ഒപ്പം അവരുടെ കുടുംബവും ഉണ്ടാകും. അപ്പം മൃണാളിന്റെ അമ്മ ചന്ദ്രിക അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ കുറച്ച് വികൃതികളെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഫുഡ് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും കണ്ടുപിടിക്കുന്ന കസിൻസിന്റെ ഒക്കെ കൂട്ടത്തിൽ ടീം ലീഡറായിരുന്നു മൃണാൾ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതൊരു പക്ഷേ ഭാര്യ അഞ്ജന കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. എങ്ങനെയാണ് അഞ്ജനയുടെ ഒരു ഓണം ഓർമ്മകൾ പറയുകയാണെങ്കിൽ? എന്റെ നാട് തൃശ്ശൂർ, അതുകൊണ്ട് ഈ ഓർമ്മകളിൽ ചെറിയ മാറ്റമുണ്ട്. പിന്നെ ഇവിടെ നാട്ടില് ഞങ്ങളവിടെ പറഞ്ഞ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നാളികേരം കുട്ടുക എന്ന് പറഞ്ഞ പരിപാടിയില്ല ഓണത്തിന്. അപ്പൊ ഒത്തിരി കാക്കരി അപ്പനെ വെക്കുന്നതും അതിൽ പൂ വെക്കുന്നതും വൈകിട്ട് രാത്രി തന്നെ ഇങ്ങനെ അണിഞ്ഞു വെക്കും. അരിമാവും ഇതും വെച്ച് അണിഞ്ഞു വെക്കും. അപ്പം നാളികേരം കുട്ടിയാടെ ഉണ്ടാവും, പഴം ഉണ്ടാവും, ഒരു ചെറിയ പൂജ. അത് കഴിഞ്ഞ് വീടിനകത്ത് കയറി, അത് മാവേലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ വീടിനകത്ത് കയറി വാതിൽ തുറന്നും അടച്ചും മാവേലി വന്നോ പോയോ ആർപ്പ് വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞ് ഇതുകൊണ്ട് നമ്മൾ വീടിന് ഫ്രണ്ടിൽ വെക്കും. അങ്ങനെയാണ് നമ്മുടെ ഓണം സ്റ്റാർട്ട് ചെയ്യുക. ബേസിക്കലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. ഈ അടയും പുഴുങ്ങിയ പഴവും അപ്പവും ഇതൊക്കെ ആയിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാൽ ലഞ്ച് കുറച്ച് ഏർലി ആയിരിക്കും. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇലയിലുള്ള നോർമൽ ലഞ്ച്, പക്ഷെ ഇവിടെ നോൺ വെജ് ഉണ്ടാവില്ല. പിന്നെ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നത് ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നമുക്ക് നാലോണത്തിന്റെ അന്ന് പുലിക്കളി. അതെ. അപ്പൊ ഇപ്പമുള്ള ഓണം എങ്ങനെയാണ്? നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഓണം ഞാനും കുട്ടിയായിട്ടും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അന്ന് ഞങ്ങള് സദ്യ ഉണ്ടാക്കി. നമ്മൾ പ്രോപ്പറായിട്ട് 21 കൂട്ടും പായസവും ഒക്കെ അടക്കം നമ്മൾ സദ്യ ഉണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ മറിയിട്ട് ഇതൊക്കെ നല്ല ഇലയുടെ തുമ്പത്തൊരു തീ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു മൈൻഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഓണത്തിന് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാസർഗോഡ്. അപ്പൊ അമ്മ ഞാനുള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് അപ്രാവശ്യം നോൺ വെജ് ഒന്നും വെക്കാണ്ട് അമ്മ സദ്യ ഉണ്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ അമ്മത്ത് പറഞ്ഞു കുട്ടിയായിട്ട് ഉണ്ടായില്ല. ഞാൻ പറ്റും അമ്മ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ആക്കിയാൽ മതി. അവര് പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം പിറന്നാളാവട്ടെ വിഷു ആവട്ടെ ഓണാവട്ടെ വിശേഷപ്പെട്ട ദിവസം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളത്. അല്ലാതെ ആ ഒരു ദിവസം നമ്മൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം അവോയ്ഡ് ചെയ്യണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അഞ്ജന ആർജെ ആയിരുന്നു മുമ്പ് അല്ലേ? ആർജെ ആയിരുന്നു. അതെ. ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ ഷോസും വോയിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ഇനിയിപ്പം മൃണാളിലേക്ക് വരാൻ തോന്നുന്നു. ഈ പറഞ്ഞതൊക്കെ തന്നെയും ഓർമ്മകൾ തന്നെയാണ്. എന്നാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണം മെമ്മറി എന്താണ് ഉണ്ടാവുക? അപ്പൊ അമ്മ പറഞ്ഞ ആ ഒരു ഗെയിം, നമ്മുടെ ഭക്ഷണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു ഓർമ്മ? അത് ഞങ്ങളുടെ ഒരു സ്ഥിരം ഗെയിമായിരുന്നു. അതിന് ടാർഗറ്റ് ഒക്കെ ഉണ്ട്. ഇന്ന ആള് പോണം. പിന്നെ എല്ലാരും കൂടും. അച്ഛന്റെ വീട്ടില് ഡൈനിങ് ടേബിളിന്റെയും കിച്ചണിന്റെയും ഇടയിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുക. ഇതൊരു ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ സ്ഥലം കണ്ടുപിടിക്കും ഓരോന്ന് ഒളിപ്പിച്ച് വെക്കാൻ. അപ്പൊ അച്ഛന്റെ അച്ഛൻ വല്ലപ്പോഴേ വീട്ടിൽ വരുള്ളൂ. സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാവുന്ന ആളല്ല. തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും. കുറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരും. കഴിക്കാനാണ് പ്രധാനമായിട്ട് കൊണ്ടുവരിക. ലഡു, ജിലേബി, പിന്നെ മാൽപൂരി, അങ്ങനെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, ചെറിപ്പഴം ഒക്കെ കൊണ്ടുവരും. ഇവര് റേഷനാണ്. അതായത് അത്യാവശ്യം 2 കിലോ ലഡു കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരു 100 ഗ്രാം വിതരണം ചെയ്തിട്ട് ബാക്കി 1 കിലോ 900 ഗ്രാം എടുത്തിട്ട് ഇവര് കൂട്ടി വെക്കും. അപ്പൊ നമ്മളിത് കണ്ടുപിടിക്കേണ്ട ജോലി ചെയ്യുന്നവര് അതിലും ക്രിയേറ്റീവ് ആയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. അത് വലിയ പാടാണ്. പിന്നെ ഞങ്ങളെ എനിക്ക് തോപ്പിക്കാൻ പറ്റാതായി. പിന്നെ നിങ്ങൾ എടുത്തോ എന്നുള്ള ലൈനായി. അതോടുകൂടി അതില് താല്പര്യം നഷ്ടപ്പെട്ടു. മാത്രല്ലേ ഇതൊക്കെ ഓണക്കാലത്ത് കസിൻസ് ഒക്കെ കൂടുമ്പം എല്ലാ വീട്ടിലെയും ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ് അല്ലേ? ആ ഒരു ഓർമ്മകൾ തന്നെയാണ് ഓണത്തെ നമുക്ക് ഇത്രയും പ്രിയപ്പെട്ടതാക്കുന്നത്. ഫുഡ് വ്ലോഗർ മൃണാൾ ദാസും ഭാര്യ അഞ്ജനയും അമ്മ ചന്ദ്രികയുമാണ് നമുക്കൊപ്പം ഇന്നിപ്പം ഫാമിലി ഓണത്തിലെ വിശേഷങ്ങളുമായിട്ട് ചേർന്നത്. ഫാമിലി ഓണം. ഒരുപാട് ഭക്ഷണത്തെ പാചകം ചെയ്യുകയും കഴിക്കുകയും ഒരുപാട് രാജ്യത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. മൃണാളിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒന്ന് മുട്ടുകുത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഉത്തരം പറയോ എന്നുള്ളത് കാത്തിരുന്നറിയാം. ജോഷ്നിയാണ് ഒപ്പം ക്ലബ് FM 94.3. നമ്മൾ കണ്ണൂരുകാരുടെ ഓണത്തെ കുറിച്ചിട്ട് പുറത്തുള്ളവരൊക്കെ പറയാറുള്ളത് അയ്യേ എന്തൊരു ഓണസദ്യയാണ്, നോൺ വെജ് ഉള്ള സദ്യ എന്ന്. പക്ഷെ നമുക്കത് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഒരു ഓണം കംപ്ലീറ്റ് ആവത്തില്ല അല്ലേ? അങ്ങനെ എത്ര കൂട്ടം കറിയുണ്ടെങ്കിലും ഇലയുടെ ഒരറ്റത്ത് ഒരു പൊരിച്ച മീൻ
കുക്കിങ്ങിന് ഇഷ്ടമുള്ള ഒരാളാണ് ഫുഡ് വ്ളോഗറായിട്ടുള്ള മൃണാൽ ദാസ്. അദ്ദേഹവും കുടുംബവുമാണ് ഇന്നിപ്പം നമുക്കൊപ്പം വിശേഷങ്ങളുമായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ ചേർന്നത് ഫാമിലി ഓണത്തിൽ. മൃണാൽ ദാസും അമ്മ ചന്ദ്രികയും ഭാര്യ അഞ്ജനയുമാണ് ഒപ്പം ഉള്ളത്. അപ്പം മൃണാളിന് ഈ പറയണത് പോലെ ഒരുപാട് ഭക്ഷണം പല രാജ്യത്തു നിന്നുള്ളത് രുചിച്ചിട്ടുള്ള ആളാണ്. എന്നാലും എപ്പോഴും ഏതുറക്കത്തിൽ കിട്ടിയാലും കഴിക്കുന്ന ഒരു ഭക്ഷണം ഏതാണ്? എപ്പോ കിട്ടിയാലും കഴിക്കും എന്നുള്ള സംഭവങ്ങള് സത്യത്തിൽ പണ്ട് ദേഷ്യമുള്ള സാധനങ്ങളായിരുന്നു. ഒരു ഉദാഹരണത്തിന് പണ്ട് എനിക്ക് പുളിശ്ശേരി ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ എനിക്ക് പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. മീനും ഇറച്ചി ഉണ്ടെങ്കിൽ എനിക്ക് ഇറച്ചിയായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പൊ എനിക്ക് മീനാണ് കൂടുതൽ ഇഷ്ടം. ഈ വർഷത്തെ ഒരു ഓണത്തിന് എങ്ങനെയാണ് പ്ലാൻ? ഇപ്പൊ കൂടിച്ചേരലുണ്ടോ ഇത്തവണത്തെ ഓണത്തിന്? ഉണ്ട്, എല്ലാരും കൂടെ തൃശ്ശൂർ കൂടാനാ പരിപാടി. വെജിറ്റേറിയൻ ഓണമാണ്. വെജിറ്റേറിയൻ ഓണമായിരിക്കും. അവിടേക്ക് ഇപ്പൊ ശീലമായിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താണ്, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് മൃണാളിനോടാണ്. ഒരു ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അറിയായിരിക്കും ഒരു പക്ഷെ. ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം കേട്ടോ, അറിയത്തില്ലെങ്കിൽ. ഇത് ഉണ്ണുന്നതിന് മുൻപും ശേഷവും കൈ കഴുകാൻ മടിയുള്ള ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു ഈ ഒരു ഫുഡിന്റെ ഉപജ്ഞാതാവ്. ഫസ്റ്റത്തെ ക്ലൂ അത്. എനിക്കറിയില്ല. അടുത്ത ക്ലൂ പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. മനുഷ്യന്റെ ഒപ്പം സ്പേസിൽ പോകുന്ന ഭൂമിയിലെ ഒരു ഫുഡ് ഐറ്റം ആണിത്. സാധാരണ സ്പേസിൽ അവർക്ക് അവിടേക്ക് പോകാൻ പറ്റുന്ന ഫുഡ് മാത്രമല്ലേ കൊണ്ടുപോകുള്ളൂ. അവിടേക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കണ ഫുഡാണല്ലോ അതൊക്കെ. ട്യൂബിലും ഒക്കെയാണ് സ്പേസിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത്. അതെ, പക്ഷെ ഇവിടുന്ന് പോയിട്ടുണ്ട്, ഒരു ഭൂമിയിലെ ഒരു ഭക്ഷണം സ്പേസിലേക്ക് പോയിട്ടുണ്ട് മനുഷ്യന്റെ ഒപ്പം. അറിയോ? അഞ്ജനയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇതൊരു ഫുഡ് ആയിട്ടാണ്. ഒരു പക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കും, കാരണം ഇംഗ്ലീഷുകാരനാണല്ലോ ഇതിന്റെ ഉപജ്ഞാത. ഇംഗ്ലീഷ് ഫുഡാണ് കറക്റ്റ്. ഇംഗ്ലീഷ് ഭക്ഷണം, സോസേജസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഗ് വെച്ചിട്ട് ബ്രെഡ് ആണോ? ബ്രെഡ് ഉണ്ട് അതിനകത്ത്. സാൻഡ്വിച്ച്. അത് തന്നെയാണ് കറക്റ്റ്. അതാവുമ്പോൾ കൈയൊന്നും കഴിയണ്ടല്ലോ. ഒരു ചീട്ടുകളി ഭ്രമക്കാരനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പ്രഭുവാണ് ആക്ച്വലി ഈ സാൻഡ്വിച്ചിന്റെ പുറകിൽ നിന്നാണ് അതിന്റെ ഒരു കഥ. പുള്ളിക്ക് അതാകുമ്പോ എണീക്കാൻ മടിയായിരുന്നു ചീട്ടുകളിക്ക് ഇടയിൽ പോയിട്ടേ. അതാകുമ്പോ കൈയൊന്നും കഴിയണ്ടല്ലോ. ഈ കൈ എന്തിനാ കഴിയുന്നത്? പാന്റ് തുടച്ചാ പോരെ? എന്തായാലും ശരി ഉത്തരം പറഞ്ഞു. ഒപ്പം ഒരു രഹസ്യവും കിട്ടി. മിക്കപ്പോഴും കൈ കഴുകാറില്ല, പാൻറിൽ തുടക്കാറാണ് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മെമ്മറീസ് ഒക്കെ ആയിരുന്നു ഇന്നിപ്പം നമുക്ക് മൃണാളിനോടും കുടുംബത്തോടും സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുടുംബത്തിന് മുഴുവനും ഞങ്ങളുടെ വക ഓണാശംസകൾ. അമ്മയ്ക്കും അഞ്ജനയ്ക്കും മൃണാളിനും ഹാപ്പി 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 ഓണം. ഹാപ്പി ഓണം. ഫുഡ് വ്ളോഗർ മൃണാളും ഭാര്യ അഞ്ജനയും അമ്മ ചന്ദ്രികയുമാണ് ഇന്നിപ്പം നമുക്കിപ്പം ഓണം ആഘോഷിക്കാൻ വേണ്ടി കൂടെ ചേർന്നത് ക്ലബ് FM 94.3. ഇനിയിപ്പം സംതിങ് സ്പെഷ്യൽ ആളുകളുമായിട്ട് ഓണം ആഘോഷത്തിന് റെഡി ആയിട്ട് RJ ജീന നിൽക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങോട്ട് ടാറ്റ പറയാണ്. ജോഷ്നി.